ജാസ്മിന്റെ ഉമ്മയും വാപ്പയും വന്ന സമയത്ത് ഉമ്മയും വാപ്പയും കൊണ്ടുവന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ ഒരു ടെഡ്ഡി ബിയർ ആയിരുന്നു. നല്ല വലിപ്പമുള്ള ഒരു ടെഡ്ഡി ബിയർ. അത് പറയുന്നുണ്ടായിരുന്നു വാപ്പ തന്നെ ഇത് വീട്ടിലുള്ളതാണ്, ഒരാൾ കൊടുത്തതാണ് ഗിഫ്റ്റ് എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ജാസ്മിന്റെ അടുത്ത് ഒരു അവസരത്തിൽ അവിടെ പറയുന്നുണ്ടായിരുന്നു അച്ഛൻ ഇത് ആര് തന്നതാന്ന് മറക്കരുത് എന്നൊരു കാര്യം ജാസ്മിന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ജാസ്മിൻ തിരിച്ചു പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ഇത് ഒന്നും ഇവിടെ വെച്ച് വേണ്ട, പിന്നീട് സംസാരിക്കാം എന്ന് വാപ്പ പറയുന്നുണ്ട്. പിന്നീട് ഉമ്മയും ജാസ്മിനും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ വീണ്ടും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് വരുന്നുണ്ട്. അവർക്ക് കൃത്യമായി അവിടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് വളരെ ലൈറ്റായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ ഉമ്മയെ വിശ്വസിക്കുന്നു എന്നാണ് ജാസ്മിൻ പറയുന്നത്. ഞാൻ നിങ്ങളെ വിശ്വസിക്കാണ്, നിങ്ങളിപ്പോൾ പുറത്ത് എനിക്കുള്ളതെല്ലാം അവിടെ തന്നെയുണ്ട്, ഒരു പ്രശ്നവുമില്ല, ഒരു കുഴപ്പവുമില്ല എന്നാണ് നിങ്ങൾ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ പിന്നെ കുഴപ്പമില്ല, ഞാൻ പുറത്ത് വന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം, ആളോട് എൻ്റെ അന്വേഷണം പറ എന്ന് അവിടെ ജാസ്മിൻ പറയുന്നുണ്ട്. നിങ്ങളെ വിശ്വസിക്കാണ് ഞാൻ, പക്ഷെ സായി വന്ന് പറഞ്ഞതനുസരിച്ച് അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്ന് എനിക്കറിയാം, സായി പറഞ്ഞതൊക്കെ നിങ്ങളും കേട്ടതല്ലേ എന്ന് അവിടെ ഉമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്. അതും വളരെ ലൈറ്റായിട്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ ഉമ്മച്ചി ഇപ്പോൾ ഒന്നും പുറത്തൊരു കുഴപ്പമില്ല, ഒന്നുമില്ല, മോള് വിചാരിക്കണ പോലെ ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് ആ ടെഡ്ഡി ബെയർ കൊണ്ടുവരുന്നതോടുകൂടി എല്ലാം പുറത്ത് പോസിറ്റീവാണ് എന്നൊരു കാര്യമാണ് ഇപ്പോൾ ജാസ്മിൻ്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത്. പുറത്ത് ഉള്ള കാര്യങ്ങളും, അതായത് ആ വിവാഹം ഉറപ്പിച്ചത് വിട്ടുപോയി എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നൊരു കാര്യം. അങ്ങനെയൊന്നുമല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ജാസ്മിൻ്റെ അടുത്ത് അവിടെ ഉപ്പയും ഉമ്മയും വന്ന് കാണിച്ചിരിക്കുന്നത്, ആ ടെഡ്ഡി ബെയർ കൊണ്ടുവന്നതും പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്തും. അപ്പം ജാസ്മിൻ അത് കേട്ടിട്ട് വിശ്വാസമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനെ. അങ്ങോട്ടും ഇങ്ങോട്ടല്ലാത്ത രീതിയിലാണ് ജാസ്മിൻ പറയുന്നത്. നിങ്ങൾ പറയുന്നത് എൻ്റെ ഉപ്പയും ഉമ്മയും എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും, അതുപോലെ ഞാൻ ഇതും വിശ്വസിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ പറയുന്നത് എൻ്റെ അന്വേഷണം ഒന്ന് പറഞ്ഞേക്കണേ എന്നുള്ളൊരു കാര്യം.